എന്റെ പേര് ആദം. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. എന്റെ ജീവിതം നഗരത്തിലെ തിരക്കുകൾക്കിടയിലായിരുന്നു. പക്ഷേ എന്റെ ക്യാമറയ്ക്ക് ജീവൻ വെക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ചിത്രങ്ങളെടുക്കുമ്പോഴാണ്. മനുഷ്യന്റെ കയ്യൊപ്പുകൾ പതിയാത്ത പ്രകൃതിയെ ഞാൻ എന്നും ആരാധിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് കാനഡയിലെ മഞ്ഞുപുതഞ്ഞ മലനിരകളിലേക്ക് ഒരു ഫോട്ടോഷൂട്ടിനായി പോകാൻ എനിക്ക് അവസരം ലഭിച്ചത്. വിന്റർ വാലി എന്നൊരു ചെറിയ പട്ടണം. മഞ്ഞുകാലത്ത് അവിടെ അതിശക്തമായ തണുപ്പാണ്. മരങ്ങളെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കും. പക്ഷേ അവിടുത്തെ ഒരു മലനിരയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ഞാൻ ഒരാഴ്ച മുൻപേ യാത്ര തുടങ്ങി. അവിടെ ഞാൻ താമസിച്ചത് ഒരു ചെറിയ റിസോർട്ടിലായിരുന്നു. അവിടെ വെച്ചാണ് ഒരു ഹൈക്കിംഗ് ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെടുന്നത്. അവരും എൻ്റെ ലക്ഷ്യമായ അതേ മലനിരകളിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഗ്രൂപ്പിലെ ലീഡർ ജാക്ക് എന്നോട് ചോദിച്ചു. ഇവിടെ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. ചില വഴികൾ മഞ്ഞ് മൂടിക്കിടക്കും. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. ജാക്കിനൊപ്പം അവൻ്റെ സുഹൃത്തുക്കളായ മാർക്ക്, എല്ലൻ, പിന്നെ അവരുടെ ഗൈഡ് ലൂയിസ് എന്നിവരുമുണ്ടായിരുന്നു. ലൂയിസ് ഒരു വലിയ മനുഷ്യനായിരുന്നു. താടിയും കട്ടിയുള്ള ശരീരവും. വർഷങ്ങളായി അവൻ ആ പ്രദേശത്ത് ഗൈഡായി ജോലി ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ, ഞങ്ങൾക്ക് സഹായമാകും, ലൂയിസ് എന്നോട് പറഞ്ഞു. അവരുടെ വാക്ക് കേട്ട് ഞാൻ അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് രാവിലെ 10 മണിക്കായിരുന്നു. എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. ഞങ്ങൾ മഞ്ഞു മൂടിക്കിടക്കുന്ന വഴികളിലൂടെ നടന്നു. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ ഒരു താഴ്വരയിലെത്തി. അവിടെ മഞ്ഞ് കുറവായിരുന്നു. അവിടെ വെച്ചാണ് ലൂയിസ് ആ കഥ പറഞ്ഞത്. ഈ മലനിരകൾക്ക് ഒരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ഒരു ഗോത്രവർഗം രാത്രികാലങ്ങളിൽ മലയിറങ്ങാൻ ഭയന്നിരുന്നു. കാരണം ആ സമയത്ത് എന്തോ ഒന്ന് മലമുകളിലെ കാടുകളിൽ ഇറങ്ങി നടക്കുമായിരുന്നു. അവർ അതിനെ ദി ഹൗണ്ടർ എന്ന് വിളിച്ചു. എന്തായിരുന്നു അത്? എല്ലൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു വലിയ ജീവി, മനുഷ്യരൂപം. പക്ഷേ മനുഷ്യനല്ല. അതിൻ്റെ കൈകൾക്ക് നീളം കൂടുതലായിരുന്നു. അത് മരങ്ങളിൽ കയറിയിരിക്കുമായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് വഴിതെറ്റിയാൽ അത് നിങ്ങളെ പിന്തുടർന്ന് പിടികൂടും. ഞങ്ങൾ ചിരിച്ചു. അതൊരു കെട്ടുകഥയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വൈകുന്നേരം 4 മണിയോടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തി. അവിടെ ഒരു ചെറിയ ഷെഡുണ്ടായിരുന്നു. തടികൊണ്ട് നിർമ്മിച്ച ഒരു പഴയ ഷെഡ്. എല്ലാവർക്കും അവിടെ തങ്ങാമെന്ന് ലൂയിസ് പറഞ്ഞു. ഞങ്ങൾ ഷെഡിന്റെ വാതിൽ തുറന്നു. അതിന്റെ ഉള്ളിൽ പുകയുടെയും മരത്തിന്റെയും പഴയ ഗന്ധം. അവിടെ ഞങ്ങൾക്ക് തീ കത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. രാത്രിയായി. ഞങ്ങളെല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ മാർക്ക് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ ചുറ്റും നോക്കി. കാടിന്റെ നിശബ്ദത മാത്രം. എല്ലൻ അവനെ കളിയാക്കി. നമ്മൾ ലൂയിസിന്റെ കഥ കേട്ട് പേടിച്ചതാണ്. അവൻ തലയാട്ടി. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ പുറത്തൊരു ശബ്ദം കേട്ടു. അതൊരു വലിയ മൃഗം മരത്തിൽ തട്ടുന്നത് പോലെയായിരുന്നു. എല്ലാവരും ഞെട്ടിയുണർന്നു. ഞങ്ങൾ പുറത്തേക്ക് നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ലൂയിസ് ചിരിച്ചു. അതൊരു മരപ്പട്ടിയാണ്. നിങ്ങൾ പേടിക്കേണ്ട. ഞങ്ങൾ വീണ്ടും കിടന്നു. പക്ഷേ ആ ശബ്ദം വീണ്ടും കേട്ടു. അത് കൂടുതൽ അടുത്തു വരികയായിരുന്നു. ഈ ശബ്ദത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് കാറ്റിലിളകുന്ന മരത്തിന്റെ ശബ്ദമല്ല, ആരോ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ശബ്ദം പോലെ. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഷെഡിന്റെ വാതിലിൽ ആരോ വളരെ പതുക്കെ മുട്ടി. ലൂയിസ് പതിയെ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. എന്നിട്ട് തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു. എന്താ ലൂയിസ്? ജാക്ക് ചോദിച്ചു. ലൂയിസ് ഞെട്ടി. ഒന്നുമില്ല, പക്ഷേ നിങ്ങളാരും വാതിൽ തുറക്കരുത്. അയാളത് പറഞ്ഞതിനു ശേഷം ഷെഡിന് പുറത്ത് ആരോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ കാലടികൾ മനുഷ്യൻ്റേതായിരുന്നില്ല. അത് വളരെ ഭാരമുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഷെഡിനുള്ളിൽ കുടുങ്ങി, പുറത്ത് എന്താണെന്നറിയാതെ. ലൂയിസിന്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അനങ്ങാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരും നിശബ്ദരായി വാതിലിലേക്ക് നോക്കി. ഷെഡിന്റെ വാതിൽ തടികൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പുറത്ത് എന്തോ ഒന്ന് ആ വാതിലിൽ ശക്തിയായി മാന്തി. അതൊരു മൃഗത്തിന്റെ ശബ്ദമല്ലായിരുന്നു. ഒരു വലിയ നഖം കൊണ്ട് ഉരസുന്നതുപോലെ ഭയാനകമായ ശബ്ദം. എന്താണത്? എല്ലൻ പേടിയോടെ ചോദിച്ചു. ലൂയിസ് അവളെ നോക്കി. എനിക്കറിയില്ല, പക്ഷെ അത് മനുഷ്യനല്ല. ജാക്ക് ധൈര്യശാലിയായിരുന്നു. അവൻ എഴുന്നേറ്റ് തന്റെ ബാഗിൽ നിന്ന് ഒരു ടോർച്ച് എടുത്തു. ഞാൻ നോക്കാം. വേണ്ട ജാക്ക്, നീ വാതിൽ തുറക്കരുത്, ലൂയിസ് അലറി. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. അത് നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് വീണ്ടും ശബ്ദം കേട്ടു. ഡും ഡും ഡും. ആ ശബ്ദം ഷെഡിന്റെ മേൽക്കൂരയിൽ നിന്നായിരുന്നു. അത് ഞങ്ങളുടെ തലക്ക് മുകളിൽ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. മാർക്ക് ഭയന്ന് സാറയുടെ കയ്യിൽ മുറുകെ പിടിച്ചു.
ഇത് എങ്ങനെ സാധ്യമാകും? മരത്തിന് മുകളിലൂടെ ഒരു മൃഗം നടക്കുമോ? ഞാൻ ചിന്തിച്ചു. അത് വളരെ ഭാരമുള്ള എന്തോ ഒന്നായിരുന്നു. അത് നടക്കുമ്പോൾ ഷെഡ് മുഴുവൻ കുലുങ്ങുന്നുണ്ടായിരുന്നു. ലൂയിസ്, ഇത് നിന്റെ കഥയിലെ ആ ഹൗണ്ടറാണോ? മാർക്ക് വിറച്ചുകൊണ്ട് ചോദിച്ചു. ലൂയിസ് മറുപടി പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് മിഴിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലൻ അത് ശ്രദ്ധിച്ചത്. ഷെഡിന്റെ ഒരു ജനലിന്റെ ഗ്ലാസ് ചെറുതായി വിണ്ടുകീറിയിരുന്നു. അവിടെ കൂടി എന്തോ ഒന്ന് ഉള്ളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതൊരു കണ്ണായിരുന്നു. കറുത്ത തിളക്കമുള്ള ഒരു വലിയ കണ്ണ്. എല്ലൻ നിലവിളിച്ചു. ഞങ്ങളെല്ലാവരും ആ ജനലിലേക്ക് നോക്കി. ആ കണ്ണ് ഞങ്ങളെ തന്നെ നോക്കുകയായിരുന്നു. അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്താണത്? ജാക്ക് ഞെട്ടി ചോദിച്ചു. അത് നമ്മളെ കണ്ടു, ലൂയിസ് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. അതിന് മനുഷ്യന്റെ കണ്ണുകളുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു കാൽപ്പാട് പോലും ഉണ്ടായിരുന്നില്ല. മഞ്ഞ് മൂടിക്കിടക്കുന്ന നിലത്ത് ആ ജീവി എങ്ങനെ നടന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമുക്കിവിടെ നിന്ന് പോകാം, സാറ പറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് പോകും? പുറത്ത് ഇരുട്ടാണ്. നമുക്ക് വഴിയറിയില്ല, ലൂയിസ് പറഞ്ഞു. അപ്പോൾ ജാക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഷെഡിന്റെ വാതിൽ തനിയെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വളരെ പതുക്കെ ആ വാതിൽ തുറന്നു. ഞങ്ങൾ ഭയന്നു. ആരാണ് വാതിൽ തുറക്കുന്നത്? ഞാൻ പതിയെ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം. ഷെഡിന്റെ ഉള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശി. ഒരു നിഴലകത്തേക്ക് വന്നു. അത് വളരെ ഉയരമുള്ള ഒരു രൂപമായിരുന്നു. അതൊരു മനുഷ്യന്റെ ആകൃതിയായിരുന്നു. പക്ഷേ അതിന്റെ കൈകൾക്ക് നീളം കൂടുതലായിരുന്നു. ഒരു തരം കറുത്ത രൂപം. അതിന്റെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഞെട്ടി. അതാണ് ദി ഹൗണ്ടർ, ലൂയിസ് പറഞ്ഞ കഥയിലെ ജീവി. അത് ഷെഡിന്റെ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചു. അതിന്റെ നടത്തത്തിന് ഒരു ശബ്ദമുണ്ടായിരുന്നില്ല. അത് നിശബ്ദമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ നിഴൽ രൂപം ഞങ്ങളെ ഓരോരുത്തരെയായി നോക്കി. അതിന്റെ തല പതിയെ ചലിച്ചു. ഒരു മൃഗം ഇരയെ നോക്കുന്നത് പോലെ അത് ഞങ്ങളെ നോക്കി. പെട്ടെന്ന് മാർക്ക് നിലവിളിച്ചു. അവൻ ഭയന്ന് പിന്നോട്ടു പോയി. അപ്പോൾ ആ രൂപം മാർക്കിന്റെ നേരെ തിരിഞ്ഞു. അനങ്ങരുത്, ലൂയിസ് അലറി. പക്ഷേ മാർക്ക് ഭയന്ന് വിറച്ചുപോയിരുന്നു. അവൻ ഓടാൻ ശ്രമിച്ചു. ആ നിമിഷം ആ രൂപത്തിന്റെ കൈകൾ നീണ്ടു. അത് അവിശ്വസനീയമായ വേഗത്തിൽ നീണ്ടു. മാർക്കിന്റെ അടുത്തേക്കെത്തി. ഞങ്ങൾ ഞെട്ടി. ആ കൈകൾ ഒരു മനുഷ്യന്റേതായിരുന്നില്ല. അത് വളരെ നീണ്ടതും എല്ലുകൾ മാത്രമുള്ളതുമായിരുന്നു. അതിന്റെ നഖങ്ങൾ വളരെ മൂർച്ചയുള്ളതായിരുന്നു. ലൂയിസ് പെട്ടെന്ന് മുന്നോട്ട് ചാടി തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ആ രൂപത്തെ അടിച്ചു. അത് ശബ്ദമുണ്ടാക്കിയില്ല. ഒരു നിഴലിൽ തട്ടിയതുപോലെ ആ വടി അതിലൂടെ കടന്നുപോയി. പക്ഷെ ആ രൂപം ലൂയിസിനെ നോക്കി. അതിന്റെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. അത് അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ തക്കത്തിന് മാർക്ക് ഓട്ടി ഷെഡിന്റെ വാതിൽ തുറന്നു പുറത്തേക്ക് ചാടി. മാർക്ക്, വരരുത്, ലൂയിസ് അലറി. പക്ഷെ അവൻ കേട്ടില്ല. ഞങ്ങൾ ആ നിഴൽ രൂപത്തെ നോക്കി. അതിന്റെ ശരീരം പെട്ടെന്ന് വലുതായി. അതൊരു വലിയ രൂപമായി മാറി. അത് ഷെഡിന്റെ വാതിലിലൂടെ പുറത്തേക്ക് പോയി. ഞങ്ങൾ വാതിലടച്ചു. പുറത്ത് മാർക്കിന്റെ നിലവിളി കേട്ടു. അത് വളരെ ദൂരത്തേക്ക് പോയിരുന്നു. അവന്റെ നിലവിളി ഒരു സെക്കൻഡ് മാത്രം നീണ്ടുനിന്നു. പിന്നെ എല്ലാം നിശബ്ദമായി. എല്ലൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. സാറ അവളെ സമാധാനിപ്പിച്ചു. ജാക്ക് എന്നെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അവൻ പോയി. ഞങ്ങൾ പുറത്തേക്ക് നോക്കി. പുറത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന രാത്രി. എങ്ങും ആരുമില്ല. ലൂയിസ് വാതിൽ തുറന്നു. ഞങ്ങൾ പുറത്തേക്ക് നോക്കി. മാർക്കിന്റെ കാൽപ്പാടുകളുണ്ടായിരുന്നു. പക്ഷേ അവ എവിടെയോ വെച്ച് നിന്നിരുന്നു. അവിടെ അവന്റെ കാൽപ്പാടുകൾ അവസാനിച്ചു. ഞങ്ങളെല്ലാവരും ഭയന്നു. മാർക്ക് അപ്രത്യക്ഷമായിരുന്നു. ലൂയിസ് ഞങ്ങളെ നോക്കി. ഇനി നമ്മൾ 3 പേർ മാത്രം. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. അത് പുറത്തുണ്ട്. അത് നമ്മളെ വേട്ടയാടാൻ കാത്തിരിക്കുകയാണ്. അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. ആ ഷെഡിന്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരായിരുന്നില്ല. പക്ഷേ പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഷെഡിനുള്ളിൽ രാത്രി മുഴുവൻ ഉറങ്ങാതെയിരുന്നു. രാവിലെയായപ്പോൾ സൂര്യനുദിച്ചു. മഞ്ഞ് ഉരുകാൻ തുടങ്ങി. ലൂയിസ് വാതിൽ തുറന്നു പുറത്തിറങ്ങി. അയാൾ ഞങ്ങളെ നോക്കി. നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം. അത് പകൽ വരില്ല. ഞങ്ങൾ ഷെഡിന്റെ പുറത്തിറങ്ങി. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഷെഡിന്റെ ചുമരുകളിൽ എന്തോ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചിഹ്നം. അത് ഒരു വലിയ രൂപത്തെ സൂചിപ്പിക്കുന്നതുപോലെ തോന്നി. ലൂയിസ് എന്നെ നോക്കി. ആ ചിഹ്നങ്ങൾ അവരെ തടയും. ഞങ്ങൾ വേഗം നടക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ മലയിറങ്ങി. പക്ഷേ ഞങ്ങൾ മല കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. മലയുടെ മുകളിൽ ഒരു വലിയ മരം. അതിന്റെ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നു. പക്ഷെ അതിന്റെ കൈകൾക്ക് നീളം കൂടുതലായിരുന്നു. അത് ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ജാക്കിനെയും സാറയെയും നോക്കി. അവർ അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്കത് വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ ക്യാമറയെടുത്ത് അതിന്റെ ചിത്രമെടുത്തു.
അത് ഞങ്ങളെ നോക്കി ഒരു ചിരി ചിരിച്ചതുപോലെ എനിക്ക് തോന്നി. ഒരു പല്ലില്ലാത്ത ചിരി. എന്നിട്ടത് മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. അത് വളരെ വേഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ടത് ഞങ്ങളുടെ നേരെ ഓടാൻ തുടങ്ങി. ഓടൂ, ഞാൻ അലറി. ഞങ്ങൾ 4 പേരും ജീവനും കൊണ്ട് ഓട്ടി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ജാക്ക്, സാറ, എല്ലൻ എന്നിവർക്ക് ഞാൻ കണ്ടത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ പാറകളിലൂടെയും മഞ്ഞിലൂടെയും ഓടി. കാടിന്റെ ഉൾഭാഗത്തുകൂടി ഓടുമ്പോൾ മരങ്ങൾക്കിടയിൽ ആ രൂപം നീങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. അത് ഒരു മനുഷ്യന്റെ വേഗത്തിലായിരുന്നില്ല ഓടുന്നത്. അത് ഒരു മിന്നൽപ്പിണർ പോലെ ഞങ്ങളെ പിന്തുടർന്നു. എന്താണത്? ജാക്ക് കിതച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങളോടൂ, ഞാൻ പിന്നീട് പറയാം, ഞാൻ പറഞ്ഞു. എന്റെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ഓട്ടി. അവസാനം ഒരു റോഡിലെത്തി. അതൊരു പഴയ കാർപ്പാതയായിരുന്നു. അവിടുന്ന് അധികം ദൂരെയല്ലാതെ ഞങ്ങളുടെ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് ഓട്ടി. വണ്ടിയിൽ കയറി വേഗം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ കൈ വിറച്ചു. അപ്പോഴാണ് എല്ലൻ അത് ശ്രദ്ധിച്ചത്. ജാക്ക്, ആ മരം നോക്ക്. ഞങ്ങൾ നോക്കിയപ്പോൾ ആ റോഡിന്റെ മുകളിലുള്ള ഒരു വലിയ മരത്തിൽ ആ രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളെ നോക്കി തലയാട്ടുന്നു. അതിന്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങി. എന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. ഞാൻ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. യാത്രക്കിടയിൽ ഞാൻ ക്യാമറയിലെ ഫോട്ടോ നോക്കി. ആ രൂപത്തിന്റെ ചിത്രം ഞാൻ എടുത്തിരുന്നു. പക്ഷേ ഫോട്ടോയിൽ ഒരു നിഴൽ മാത്രമേണ്ടായിരുന്നുള്ളൂ. അതിന്റെ കണ്ണുകളോ രൂപമോ വ്യക്തമല്ലായിരുന്നു. ഞങ്ങൾ പട്ടണത്തിലെത്തി. എല്ലാവരും ഭയന്നു വിറച്ചിരുന്നു. ഞങ്ങൾ റിസോർട്ടിൽ തിരികെ എത്തി. അവിടെ എത്തിയപ്പോൾ ലൂയിസ് ഞങ്ങളെ നോക്കി. നിങ്ങൾ കണ്ടത് ദി ഹൗണ്ടർ ആയിരുന്നു. അത് ആളുകളെ വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. എന്താണത്? ഒരു പ്രേതമോ മൃഗമോ? സാറ ചോദിച്ചു. അറിയില്ല, പക്ഷെ അത് നിഴലുകൾക്കിടയിൽ ജീവിക്കുന്ന ഒന്നാണ്. അത് ആ ഷെഡിൽ നിന്നും പുറത്തിറങ്ങിയതാണ്. ആ ഷെഡിലെ ചുമരിലെ ചിഹ്നങ്ങൾ അതിനെ അകത്ത് തളച്ചിട്ടിരിക്കുകയായിരുന്നു, ലൂയിസ് പറഞ്ഞു. അതു കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായി. ഞാൻ ഷെഡിൽ വെച്ച് ആ ചിഹ്നങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചിഹ്നങ്ങളെ മായ്ക്കുകയായിരുന്നു. അപ്പോൾ മാർക്ക്? ജാക്ക് ചോദിച്ചു. ലൂയിസ് തലയാട്ടി. അവനെ അത് കൊണ്ടുപോയി. അതവനെ ഒരിക്കലും വിട്ടുപോവില്ല. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരങ്ങൾ പറഞ്ഞു. അവർ ഞങ്ങളെ കളിയാക്കി. നിങ്ങൾ കണ്ടത് ഒരു കരടിയോ മറ്റ് മൃഗങ്ങളോ ആകാം, പക്ഷെ ഞങ്ങൾ കണ്ടത് ഒരു മൃഗമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ ആ യാത്രയുടെ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് മായ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ എന്റെ ലാപ്ടോപ്പിൽ ഫോട്ടോകൾ നോക്കുമ്പോൾ ഞാനെടുത്ത ആ ചിത്രം സൂം ചെയ്തു നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ആ നിഴലിന്റെ പുറകിലായി ഒരു ചെറിയ മുഖം. അതൊരു മനുഷ്യന്റെ മുഖം പോലെ തോന്നി. അത് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടി. ഞാൻ വാതിൽ തുറന്നു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. പക്ഷെ വാതിൽക്കൽ ഒരു കല്ലുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു ചിഹ്നം വരച്ചിരുന്നു. ഷെഡിൽ കണ്ട അതേ ചിഹ്നം. ആ നിമിഷം എന്റെ ശരീരം തണുത്തുറഞ്ഞു. ആ യാത്രയുടെ അവസാനം അതാ.
ശരീരം വിറച്ചു. അച്ഛൻ എന്നെ നോക്കി. നീ എന്താണ് സ്വപ്നം കണ്ടത്? നീ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല. എന്റെ മനസ്സ് ആ കാഴ്ചയിൽ നിന്ന് പുറത്തു വന്നിരുന്നില്ല. അച്ഛൻ പോയപ്പോൾ ഞാൻ വേഗം ഫോണെടുത്തു. മാർക്കിനെ വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ റിങ് ചെയ്തു, പക്ഷേ ആരും എടുത്തില്ല. ഞാൻ പോലീസിനെ വിളിച്ചു. മാർക്ക് അപ്രത്യക്ഷമായതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവർ പറഞ്ഞു അയാളെ കണ്ടുകിട്ടിയിട്ടില്ല. അത് കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നി. രാത്രിയായില്ല. ആ രൂപം എന്നെ വിട്ടുപോയിട്ടില്ല. അത് എന്നെ പിന്തുടരുകയായിരുന്നു. ഞാൻ പേടിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽ തുറന്നു നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ എന്റെ മുറിയുടെ ജനലിന്റെ ഗ്ലാസിൽ ആരോ വരച്ചതുപോലെ ഒരു ചിഹ്നം കണ്ടു. കാന്യനിലെ ഷെഡിൽ ഞാൻ കണ്ട അതേ ചിഹ്നം. ആ നിമിഷം എന്റെ ശരീരം മരവിച്ചു. അത് എന്നെ വിടാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നതുവരെ അത് എന്നെ പിന്തുടരും. ഞാൻ വേഗം വസ്ത്രം മാറി വീട്ടിൽ നിന്നിറങ്ങി. നേരെ ലൂയിസിനെ വിളിച്ചു. ഞാൻ കണ്ടതിനെക്കുറിച്ച് അയാളോട് പറഞ്ഞു. അയാൾ കുറച്ചുനേരം നിശബ്ദനായിരുന്നു. അത് നിങ്ങളെ പിന്തുടർന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ആ ചിഹ്നം മായ്ച്ചു കളഞ്ഞതുകൊണ്ടാണ്. ആ ഷെഡ് അതിന്റെ കൂടുപോലെയായിരുന്നു, ലൂയിസ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? ഞാൻ പേടിയോടെ ചോദിച്ചു. നിങ്ങൾ തിരിച്ചു വരൂ, ആ മലനിരകളിലേക്ക്. അവിടെ മാത്രമേ അതിനെ തടയാൻ കഴിയൂ, ലൂയിസ് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് പോകണം. പക്ഷേ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. ഞാൻ വേഗം വണ്ടിയെടുത്ത് മലനിരകളിലേക്ക് യാത്ര തുടങ്ങി. വഴിയിൽ ഞാൻ ലൂയിസുമായി സംസാരിച്ചു. അതിന് നിങ്ങളുടെ ഭയം വേണം, ലൂയിസ് പറഞ്ഞു. അത് നിങ്ങളെ പേടിപ്പിച്ചു കൊല്ലും. പക്ഷേ നിങ്ങൾ അതിനെ നേരിടണം. ഞാൻ മലയുടെ അടിവാരത്തിലെത്തി. എന്റെ നെഞ്ച് ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. ആ ഷെഡിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഞാൻ പതിയെ നടന്നു. ഓരോ മരവും ഓരോ നിഴലും എന്നെ ഭയപ്പെടുത്തി. ഷെഡിന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഷെഡിന്റെ വാതിലുകൾ തുറന്നുകിടക്കുകയായിരുന്നു. ഉള്ളിൽ ആരുമില്ല. ഞാൻ പതിയെ അകത്തേക്ക് കയറി. ചുമരുകളിൽ ഞാൻ മായ്ച്ചുകളഞ്ഞ ആ ചിഹ്നം വീണ്ടും വരച്ചിരുന്നു. ആരോ അത് വീണ്ടും വരച്ചിരുന്നു. നിങ്ങളിവിടെയുണ്ടോ? ഞാൻ ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. ഞാൻ എന്റെ ക്യാമറ എടുത്തു. അതിലെ ഫ്ലാഷ് ഓൺ ചെയ്തു. ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ ഷെഡിന്റെ മുകളിൽ ഒരു ശബ്ദം കേട്ടു. ആരോ നടക്കുന്നു. ഞാൻ വേഗം പുറത്തിറങ്ങി. മരങ്ങൾക്കു മുകളിൽ ഒരു മാർക്കിൻ്റേതായിരുന്നു. അതെനിക്കിപ്പോഴും അറിയില്ല.